സോ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് സംഗീത്. എൻ്റെ ഏജ് വരുന്നത് 21. എൻ്റെ സ്ഥലം വരുന്ന കൊല്ലം കൊട്ടിയത്താണ്. ഓക്കെ. സോ ഞാനിതൊരു ബേസിക് ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട മേജർ റീസൺ ഓൺലൈനാണ്, സ്കാം ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇത് റെക്കോർഡ് ചെയ്തൊരു ഇൻട്രൊഡക്ഷൻ ഇടുന്നത്. ഓക്കെ. എൻ്റെ പേഴ്സണൽ നമ്പറിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതും എല്ലാം. സോ നിങ്ങൾക്ക് ഇൻ കേസ് സ്കാം ആണെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ കൊണ്ട് സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ ട്രാക്ക് ചെയ്ത് ഈസി ആയിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വരാൻ പറ്റും. ഞാൻ എൻ്റെ ലൊക്കേഷൻ വരെ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു പാടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. വേറൊരു കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. എനിക്കിത് കുറച്ച് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കും. അല്ലാതെ ഇപ്പോൾ ഇനി ആർക്കും കുരു കിട്ടിയാലും എനിക്കൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മളെ ബേസിക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് റീസെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്ത് പൈസ ഉണ്ടാക്കിയേക്കുന്നത് അതുവഴിയാണ്. അതിനുള്ള പ്രൂഫുകളൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേറെ പ്രൂഫ് വേണമെങ്കിൽ പേഴ്സണൽ ഒന്ന് അയച്ചു തരാം. ഇപ്പം നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റീസെല്ലിംഗ്. റീസെല്ലിംഗ് എന്നതിന് ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാണ് ഈ റീസെല്ലിംഗ് എന്ന് പറയുന്ന വഴി. ഓക്കെ. അതായത് ഷൂ, വാച്ച്, എയർപോർട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ ആൾക്കാർ ഷൂ വിറ്റും അതേപോലെ വാച്ചൊക്കെ വിറ്റ് കോപ്പി പ്രോഡക്ട്സുകൾ വിറ്റ്, ലൈക്ക് ഈ നിങ്ങൾക്ക് ഈ സ്റ്റോറിൽ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറുകളുണ്ടല്ലോ, അവിടെ കിട്ടുന്ന സാധനങ്ങൾ വിറ്റിട്ട് ഓൺലൈൻ വഴി വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം കടക്കാരാണെങ്കിലും ഓൺലൈൻ വഴി വിൽക്കുന്നുണ്ട്. സെയിം പരിപാടി. നിങ്ങൾ പ്രോഡക്റ്റ്സ് സ്റ്റോർ ചെയ്യണ്ട, പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സുകൾ ഞാൻ ഒരു സപ്ലൈനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ജെന്യൂൻ സപ്ലൈനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവർ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് തരും. ഓക്കെ. അവരെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക, നിങ്ങൾ ഓൺലൈൻ വഴി ഈ സാധനം കസ്റ്റമറിന് വിൽക്കുക. നോ സ്കാമിങ്, നോ പരിപാടി, ഒന്നുമില്ല. ജെന്യൂൻ പ്രോഡക്റ്റ്സ് കസ്റ്റമറിന് കൊടുക്കുന്നു. ലൈവ് ഫോട്ടോ, ലൈവ് വീഡിയോ എല്ലാം കിട്ടും. അതെടുക്കുന്നു, കസ്റ്റമറിന് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈസി സിമ്പിൾ പരിപാടി. ഓക്കെ. പക്ഷേ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിളാണ്, പക്ഷേ ഇതിനകത്ത് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അത് കുറച്ച് പാടാണ്. അതാണ് ഇതിനകത്തെ മെയിൻ റീസൺ. ഓക്കെ. ഇപ്പം നിങ്ങൾക്കിത് എങ്ങനെ ആണെന്നൊരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞു തന്നാൽ, ഇപ്പം ഞാനാണ് സപ്ലയർ എന്ന് നിങ്ങൾ വിചാരിച്ചു. ഓക്കെ. ഞാൻ നിങ്ങളെ സപ്ലയറാണ്. എൻ്റെ കയ്യിലൊരു ഷൂ ഉണ്ട്. ഈ ഒരു ഷൂ, ഇപ്പം ഇതാണ് ഷൂ എന്ന് വിചാരിച്ചോ. ഞാൻ സപ്ലയർ, ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ഷൂ. ഈ ഷൂവിന് ഞാൻ ഇട്ടേക്കുന്ന വില, സപ്ലയറായ ഞാൻ ഇട്ടേക്കുന്ന വില 500 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ. അതപ്പം ഞാനത് നിങ്ങൾക്ക് 500 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പം നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളവിടെ ചെയ്യേണ്ട കാര്യം, ഈ ഷൂവിന് നിങ്ങൾ 1000 രൂപയാക്കി കസ്റ്റമറിന് കൊടുക്കുക. കാര്യം മാർക്കറ്റിൽ ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ് 1500 അല്ലെങ്കിൽ 1200 രൂപ ആയിരിക്കും മാർക്കറ്റിലെ റേറ്റ്. അപ്പം ഈ ഒരു സാധനം നിങ്ങൾ എടുക്കുന്നു, ഞാൻ നിങ്ങളെ കയ്യിലോട്ട് തരുന്നു. നിങ്ങൾ ആ സാധനം റേറ്റ് കൂട്ടി കസ്റ്റമറിന് കൊടുക്കുന്നു. ഞാനപ്പോൾ എന്തോ ചെയ്യും? നിങ്ങളപ്പം എനിക്കിതിൻ്റെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളും വാങ്ങിച്ച് നിങ്ങൾ എനിക്ക് കൊണ്ടു തരുന്നു. ഞാൻ ഈ സാധനം എടുത്ത് കസ്റ്റമറിന് കൊടുക്കും. പരിപാടി കഴിഞ്ഞു. ഇതിനകത്ത് നിങ്ങൾ 1000 രൂപയ്ക്കാണ് ഈ ഷൂ എൻ്റെ നിന്ന് വിറ്റത്, ആണോ? 1000 രൂപയ്ക്ക് നിങ്ങൾ ഈ സാധനം എൻ്റെ നിന്ന് വാങ്ങിച്ച് വിറ്റു. 500 രൂപ എൻ്റെ റേറ്റ്, സപ്ലയറായ എനിക്ക് നിങ്ങൾ തരണം. ബാക്കി 500 രൂപ നിങ്ങളെ പ്രോഫിറ്റാണ്, അത് നിങ്ങൾക്ക് എടുക്കാം. സിമ്പിൾ. ഇത്രയുള്ള പരിപാടി. ഇതാണ് ഓവറോൾ റീസെല്ലിംഗ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഇത് എവിടെ ചെയ്യാം? നിങ്ങൾക്ക് ബേസിക് 2 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഒന്ന് ഇൻസ്റ്റഗ്രാം, മേജർ പരിപാടി വരുന്നത് ഇൻസ്റ്റഗ്രാം. രണ്ടാമത്തത് വാട്സപ്പ്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വേണം മെയിനായിട്ട്. ഓക്കെ. നല്ലൊരു അക്കൗണ്ട് വേണം. വാട്സപ്പിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് വാട്സപ്പ് ബിസിനസ് എടുക്കാൻ പറ്റിയ ഫാർ 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 ബെറ്റർ. കാര്യം നിങ്ങൾക്ക് അവിടെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യത്തെ ടോപ്പിക് ഞാൻ എല്ലാം കൂടെ വാരി വലിച്ചിട്ട് പഠിപ്പിക്കുന്നില്ല. ഓക്കെ. നമ്മളിതൊരു 3-4 ദിവസം കൊണ്ടായിരിക്കും തീർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ വന്ന് ചോദിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഈ വാട്സപ്പിനകത്ത് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്ത് തരുന്ന സ്ഥലം. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ. അതിനുശേഷം ഒരു ക്യാച്ചി ആയിട്ടുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് കണ്ടുപിടിക്കുക. ഇപ്പം എക്സാമ്പിൾ ഞാനൊരു അക്കൗണ്ട് കാണിച്ചു തരാം. ഞങ്ങൾ തന്നെ ഒരു അക്കൗണ്ടാണ്, നമ്മളത് റെഡിയാക്കി വരുന്നതേ ഉള്ളൂ. സോ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനൊരു ചെറിയ അക്കൗണ്ട് കാണിച്ചു തരാം. എന്താ ഇത് എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയത്തില്ല. സോൾ വാച്ചസ് എന്നാണ് ഇതിൻ്റെ പേര്. അതൊരു അത്യാവശ്യം ക്യാച്ചി ആയിട്ടുള്ളൊരു വാക്കാണ്. മനസ്സിലായതാ? ആ പേജാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. കണ്ട വാച്ച് ഇട്ടേക്കുന്നുണ്ട, ഇഷ്ടം പോലെ വാച്ചിന് മാത്രമുള്ള അക്കൗണ്ട് കണ്ട ഇത്രയും സാധനങ്ങൾ. സോ ഇതാണ് പരിപാടി. ഇത് സോൾ വാച്ചസ്. ഇതേ കണക്ക് നല്ലൊരു അട്രാക്റ്റീവ് പേര് കണ്ടുപിടിക്കുക. അട്രാക്റ്റീവ് പേരും കണ്ടുപിടിക്കുക. ബയോയും ചെയ്താക്കണ്ട, ബയോ ചെയ്തേക്കുന്നതാണ്ട.
അഷ്വർഡ് ക്വാളിറ്റി, ട്രസ്റ്റഡ് ഡീലേഴ്സ് എന്നുള്ള രീതിയിൽ ബയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബയോയും സെറ്റ് ചെയ്യാം. എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് അയച്ചു തരിക. ഞാൻ നിങ്ങൾക്ക് എത്ര രീതി വേണോ എഫോർട്ട് ഇട്ട് ചെയ്ത് തരും. ഇപ്പം ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്ന് കറക്റ്റ് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ 11:37 എനിക്ക് ഇത്ര എഫോർട്ട് ഇടാമെങ്കിൽ എനിക്ക് ഇതിനപ്പുറം എഫോർട്ട് ഇട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാം. സോ ഇതാണ് എൻ്റെ കാര്യം. എനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് ചെയ്തു തരുക, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കും. ഓക്കെ, അപ്പം അതിനൊരു പ്രോപ്പർ ലോഗോ, ഇപ്പം സോൾ വാച്ചസിൻ്റെ ലോഗോ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു വൈറ്റിൽ വേറൊരു കളറിൽ സോൾ വാച്ചസ് എന്ന് എഴുതിയേക്കും. ഇത് എനിക്ക് നിങ്ങൾക്ക് പല ഡിസൈനിൽ ലോഗോ ചെയ്യാൻ പറ്റും. ക്യാൻവ അതിന് ഏറ്റവും വലിയ ആപ്ലിക്കേഷനാണ് ക്യാൻവ. ക്യാൻവയിൽ പോയാൽ നിങ്ങൾക്ക് ലോഗോസ് ഡിസൈൻ ചെയ്യാം, പേര് കണ്ടുപിടിക്കാൻ ChatGPT ഉണ്ടാക്കാം. പിന്നെ ChatGPT വെച്ചിട്ടുള്ള ലോഗോ ക്രിയേഷൻ ചെയ്യരുത്, ക്യാൻവയിൽ തന്നെ പോവാം. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ഇത് ചെയ്തതിന് ശേഷം എനിക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഓരോ ആൾക്കാർ അയച്ചാൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തെങ്കിലും മാറ്റണോ വേണ്ടയോ എന്നുള്ളത്. അട്രാക്റ്റീവായിട്ടുള്ള പേര് കണ്ടുപിടിക്കുക, നല്ലൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതതിനകത്ത് ഇടുക. ഇത്രയും ചെയ്താൽ മതി. ഇനി ഞാൻ ഇന്നിപ്പോൾ ഈ കവർ ചെയ്ത ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് DM ചെയ്യാം. ഞാൻ ഉറപ്പായിട്ടും എല്ലാവർക്കും റിപ്ലൈ തരും. ഒരു കാര്യം, എനിക്ക് 27-ാം തീയതി എക്സാമാണ്. സോ നാളെ കുറച്ച് ഡിലേ ആയിരിക്കും. നാളെ എന്ന് വെച്ചാൽ ഇത് എയർ ചെയ്യുന്നത് ഞായറാഴ്ച ആയിരിക്കും. നിങ്ങൾ ഞായറാഴ്ച ആയിരിക്കും കാണാൻ പോകുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് സാറ്റർഡേ നൈറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം തിങ്കളാഴ്ച എനിക്ക് എക്സാമാണ്. സോ അതുകൊണ്ട് റിപ്ലൈ കുറച്ച് ഡിലേ ആവും. എന്നാലും ഒന്നും ഇത് ചെയ്യരുത്. നിങ്ങൾ അയക്കാനുള്ള കാര്യങ്ങളെല്ലാം അയച്ചോ. ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് മാക്സിമം ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എപ്പോൾ കിടന്നുറങ്ങുമെന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ബൈ. നമ്മൾ അത് കഴിയുമ്പം തിങ്കളാഴ്ച വൈകിട്ട് അടുത്ത ടോപ്പിക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഇത് നാളെ എയർ ചെയ്യും. മറ്റേത് തിങ്കളാഴ്ച വൈകിട്ടത്തേക്കേ ഞാൻ എയർ ചെയ്യത്തുള്ളൂ. കാര്യം എനിക്കിത് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. എക്സാം ആയതുകൊണ്ട് എക്സാം എഴുതി തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പം ബാക്കി നിങ്ങൾക്ക് അത്രയും നേരം സമയമുണ്ട്. ഓക്കെ, ഞാൻ തിങ്കളാഴ്ച എക്സാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നത് വരെ നിങ്ങൾക്ക് പ്രോപ്പർ ടൈമുണ്ട്. ആ ടൈം വരെ എനിക്ക് അയക്കുന്നവരെ ആയിരിക്കും ഞാൻ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് തിങ്ക് ചെയ്യാം. സോ എല്ലാം പറഞ്ഞ കണക്ക് നല്ല രീതിക്ക് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം.